നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കനത്ത കാറ്റിലും മഴയിലും മരം വീണ് മേഖലയിൽ കനത്ത നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന് തുടക്കമായി. അന്തിക്കാട് 12ാം വാർഡിലെ തണൽ അംഗനവാടി കെട്ടിടം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 2 ദിവസമായി തുടരുന്ന കാറ്റിലും മഴയിലും തീരദേശത്ത് കനത്ത നാശം. പലയിടത്തും മരങ്ങൾ വീണ വീടുകൾ തകർന്നു. വൈദ്യുതി വിതരണം താറുമാറായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കനോലി കനാലിനും കരുവന്നൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നു. പുള്ള മനക്കോട് റോഡിൽ വാരിയംപടവിൽ റോഡിനൊപ്പം വെള്ളമുയർന്നു. ജയന്തി പടവിലും വെള്ളം കൂടി വരികയാണ്. തളിക്കുളം നമ്പിക്കടവിൽ തെങ്ങ് വീണ് വീട് തകർന്നു. 3 പേർക്ക് പരിക്കേറ്റു. തളിക്കുളം നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. ചൊവ്വാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് സംഭവം. ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ നഫീസ, മകൻ ഷക്കീർ, മരുമകൾ റജുല എന്നിവർക്കാണ് വീടിന്റെ ഓട് തകർന്നു വീണ് പരിക്ക് പറ്റിയത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വീട്ടുകാർ മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, വാർഡ് മെമ്പർ AM മെഹബൂബ്, CDS അംഗം ഷീലാവതി, പൊതുപ്രവർത്തകനായ ഗഫൂർ തളിക്കുളം, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. അതായത് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഈ പടിഞ്ഞാറ് സൈഡിലുള്ള വീടുകൾ പതിക്കുകയും ഞങ്ങൾക്ക് ചെറുതായിട്ട് അപകടം സംഭവിക്കുകയും വീട് പൂർണ്ണമായും നശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഉമ്മാക്ക് ചെറുതായി പരിക്കുണ്ട്, എനിക്കും കാലിന് പരിക്കുണ്ട്. ഇന്നലെ പുലർച്ചെ ഷക്കീർ പറഞ്ഞത്, വാർഡ് മെമ്പർ പറഞ്ഞത് പ്രകാരം ഇന്നലെ പുലർച്ചെ 1:30ക്കാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഓടിട്ട വീടാണ്, നല്ല രീതിയിലുള്ളൊരു വീടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പതിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ടോയ്ലറ്റുള്ള ഇവിടെ ഒരു ബാത്റൂം വാർത്തിട്ടുള്ളത് കൊണ്ട് വലിയ അപകടത്തിൽ അടിയിലോട്ട് പതിഞ്ഞിട്ടില്ലെങ്കിലും മുകൾ ഭാഗം മൊത്തം അതിൻ്റെ ഈ പറയുന്ന കഴുക്കോടക്കമുള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവരെല്ലാവരും കിടന്നിരുന്നത് ഹാളിലാണ്. ഹാളിൽ കുടുംബാംഗങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോഴാണ് ഇതിലിപ്പോൾ ഷക്കീറിൻ്റെ ഭാര്യ ഉമ്മയ്ക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ തളിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല വാർഡുകളിലായിട്ട് 5ാം വാർഡ്, 3ാം വാർഡ്, 2ാം വാർഡ്, അതുപോലെ 8ാം വാർഡ്, 9ാം വാർഡ്, അങ്ങനെ പല വാർഡുകളിലായിട്ട് മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. 2 വാർഡുകളിലാണ് വീടുമ്പിലേക്ക് ഇത് പതിച്ചിട്ടുള്ളത്. അപ്പോൾ മരങ്ങളുടെ ബുദ്ധിമുട്ടാണ്. വില്ലേജ് ഓഫീസറെ വാർഡ് മെമ്പറും ഞാനും വിളിച്ചറിയിച്ചിട്ടുണ്ട്. അവർ കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒഴിവ് ദിവസമാണ്, മുഹറത്തിൻ്റെ മുടക്കായിട്ട് പോലും അവർ ഇങ്ങോട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് പഞ്ചായത്തുകൾക്ക് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പ്രിയദർശിനി കോളനിയിൽ പ്ലാവ് കടപുഴകി വീണ വീട് ഭാഗികമായി തകർന്നു. വന്നേരി സിനിജ രമേശിന്റെ വീടിന് മുകളിലാണ് പ്ലാവ് വീണത്. ചൊവ്വാഴ്ച രാവിലെ 8:45-നാണ് സംഭവമുണ്ടായത്. ആർക്കും പരിക്കില്ല. തൃപ്രയാറിൽ വൻമരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. തൃപ്രയാർ പാലത്തിന് തെക്ക് രാമൻ മേനോൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവാണ് കടപുഴകി വീണത്. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. മാവ് കടപുഴകി വൈദ്യുതി കമ്പിയിലേക്ക് വീണതിനെ തുടർന്ന് 3 വൈദ്യുതി പോസ്റ്റുകളാണ് ഒടിഞ്ഞു വീണത്. വാടാനപ്പള്ളി 1ാം വാർഡിലെ ഖദീജുമ സ്കൂളിന് സമീപത്തെ പുയു വീട്ടിൽ ദിൽഷാദിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീടിനോട് ചേർന്ന അടുത്ത പറമ്പിലെ തെങ്ങ് കടപുഴകി ദിൽഷാദിന്റെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയം വീട്ടിൽ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. തൃപ്രയാർ ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി.
ദശരഥപുത്രന്മാരുടെ ദർശന പുണ്യം തേടി ആയിരങ്ങൾ ഇനി തൃപ്രയാർ ക്ഷേത്രത്തിലും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും മൂഴിക്കുളത്തും പായമൽ ക്ഷേത്രത്തിലും എത്തും. ഇത്തവണ വിപുലമായ സൗകര്യങ്ങളാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. മഴ നനയാതെ വരി നിൽക്കാനുള്ള നടപ്പന്തലുകൾ, ശുദ്ധജലം, ചുക്കുകാപ്പി എന്നിവയും ഡോക്ടർ ഉൾപ്പെടെയുള്ള വൈദ്യസഹായവും ആംബുലൻസ് സൗകര്യവുമുണ്ട്. പുലർച്ചെ 3:30 വൈകിട്ട് 4 ദർശനം തുടങ്ങും. വരിയിൽ നിന്നു തന്നെ വഴിപാടുകൾ ചീട്ടാക്കാനാകും. സാധാരണ ദിവസങ്ങളിൽ ഡോർമെറ്ററി ഗ്രൗണ്ടിലും തിരക്കുള്ള ദിവസങ്ങളിൽ സ്റ്റോക്ക് പുര പറമ്പിലും വാഹന പാർക്കിംഗ് സൗകര്യമൊരുക്കും. കനത്ത മഴയായതിനാൽ കർക്കടകം 1 ചൊവ്വാഴ്ച തിരക്ക് അധികമുണ്ടായില്ല. പുലർച്ചെ 3 മുതൽ ഭക്തർ എത്തിത്തുടങ്ങി. ക്ഷേത്രത്തിന് പുറത്തേക്ക് ദർശനത്തിനുള്ള വരിയുണ്ടായില്ല. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനോട് ചേർന്നുള്ള വടക്കുവശം പിച്ചള പൊതിഞ്ഞ് കേടുവന്ന വിളക്കുകൾ മാറ്റി പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതിനെ തുടർന്ന് വിളക്കുമാടത്തിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനയിൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബിജുകുമാർ, ക്ഷേത്ര മാനേജർ എ പി സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സെക്രട്ടറി വി ശശിധരൻ, ട്രഷറർ വി ആർ പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വടക്കുവശം പൂർണ്ണമായും പിച്ചള പൊതിയുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ. നാലമ്പല ദർശനത്തിനായി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും അനുവദിച്ച സ്പെഷ്യൽ KSRTC ബസ് CC മുകുന്ദൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ബസ് രാവിലെ 7:30 തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, എറണാകുളം തിരുമൂഴിക്കുളം ക്ഷേത്രം, പായമൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം കഴിഞ്ഞ വൈകിട്ട് തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തും. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ, തൃപ്രയാർ ക്ഷേത്ര മാനേജർ സുരേഷ് കുമാർ, മുൻ മാനേജർ മനോജ്, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സെക്രട്ടറി വി ശശിധരൻ, ട്രഷറർ വി ആർ പ്രകാശൻ, മെമ്പർമാരായ KK പുഷ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും നാലമ്പല ദർശനത്തിനായി ബസ് സർവീസ് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടുന്ന് തുടങ്ങാനുള്ള ഒരു വണ്ടി അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഏകദേശം അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ന് തുടങ്ങി 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ നാലമ്പലത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല. എന്തായാലും മനുഷ്യൻ്റെ മനസ്സിലുള്ള ഏറ്റവും സമൃദ്ധിയായ ഒരു ദിവസം എന്ന നിലയിൽ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും വിവിധ മേഖലയിൽ പോയി നാലമ്പലത്തിൽ പോയി തൊഴുതു വന്ന് വീണ്ടും ഇവിടുന്ന് പുറപ്പെടുന്ന രീതിയിലുള്ള ഒരു വണ്ടിയുടെ യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ മാനേജറായിട്ട് സംസാരിക്കേണ്ടായി. അതൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നമ്മുടെ ശ്രീരാമസ്വാമിയോടുള്ള ഐശ്വര്യപൂർണ്ണമായ ആ നിമിത്തം പൂർണ്ണമായി ഇനിയും തുടർന്നു വരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഗ്രീൻ ബുക്സിന്റെ ആധ്യാത്മിക പുസ്തകമേളയ്ക്ക് തുടക്കമായി. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലെ മേൽശാന്തി മധു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വി ശോഭ രചിച്ച് ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച നാലമ്പല ദർശനം എന്ന ആധ്യാത്മിക കൃതി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ദിവാസ് ആലേക്കലിന് നൽകി പ്രകാശനം ചെയ്തു. ഗ്രീൻ ബുക്സ് MD EK നരേന്ദ്രൻ, ഡയറക്ടർ മുരളി കാരയിൽ, എഡിറ്റർ ഡോക്ടർ വി ശോഭ, പുസ്തകമേള മാനേജർ സതീഷ് എന്നിവർ പങ്കെടുത്തു. ഇങ്ങനെ ആളുകൾക്ക് അറിവിൻ്റെ രാമായണവുമായി ബന്ധപ്പെട്ട അറിവിൻ്റെ ഒരു വലിയ ശേഖരമാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. വരുന്നവർക്ക് ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശ്രീരാമചന്ദ്ര സന്നിധിയിൽ വന്ന് ദർശന പുണ്യം നേടിപ്പോകുമ്പോൾ അവർക്ക് അവരുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുസ്തക ശേഖരമൊരുക്കിയ ഇവിടുത്തെ പ്രസാധകരുണ്ട്. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ്
കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതന ധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ 41ാമത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. രാമായണ പ്രഭാഷണം ജൂലൈ 15 മുതൽ ആഗസ്റ്റ് 17 വരെ വൈകിട്ട് 3:30 മുതൽ 5:30 വരെയാണ് നടക്കുക. രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് നിർവഹിച്ചു. രത്നവലി സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷയായി. സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് P. മണികണ്ഠൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ K. ബിജുകുമാർ, ദേവസ്വം മാനേജർ AP. സുരേഷ് കുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, K. മോഹനൻ മാരാർ, K. രാംകുമാർ, സുലോചന ശക്തിധര പണിക്കർ എന്നിവർ സംസാരിച്ചു. കർക്കിടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത് പഞ്ഞമാസം അല്ലെ, കള്ളക്കർക്കിടകം. പഞ്ഞമാസം മടുപ്പെരിയുന്നില്ല,
പട്ടിണി ആണ്, പരിവട്ടമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആ പഞ്ഞമാസത്തെ നമ്മൾ നേരിടുന്നത് ഭക്തിയോടെയാണ്. ഈ 32 ദിവസം നമ്മൾ രാമായണ മാസമായി ആചരിക്കുകയാണ്. ആ പഞ്ഞമാസത്തെ നാം മറികടക്കുന്നത് ഭക്തി കൊണ്ട് മറിനടന്ന് സമ്പന്നതയിലെത്തുകയാണ്. അപ്പോൾ പഞ്ഞമാസമല്ല ഇല്ല കർക്കിടക മാസം. തൃപ്രയാർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ നാലമ്പല തീർത്ഥാടനത്തിനായി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ചുക്കുകാപ്പിയും ലഘുഭക്ഷണവും നൽകുന്നതിന് തുടക്കമായി. കർക്കിടക മാസം 31 ദിവസവും നൽകുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. സേവാഭാരതി പ്രസിഡന്റ് ദിനേശ് വെള്ളാഞ്ചേരി അധ്യക്ഷനായി. സേവാഭാരതി ജനറൽ സെക്രട്ടറി വിജയരാഘവൻ എരനെഴുത്ത്, ജോയിന്റ് സെക്രട്ടറി NK വിജയകുമാർ, ട്രഷറർ പ്രേംചന്ദ് പാനീഴത്ത്, ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി. ഭക്തർക്ക് വേണ്ടി വളരെ വർഷങ്ങളായി സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. ലഘുഭക്ഷണം, കാപ്പി മുതലായ സൗകര്യങ്ങൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരി. നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് തൃപ്രയാർ സെന്റർ കമ്മിറ്റി ബ്രൂ കോഫി വിതരണം ചെയ്തു. എല്ലാ വർഷവും നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ബ്രൂ കോഫിയും ലഘുഭക്ഷണവും തൃപ്രയാർ സെന്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുണ്ട്. തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA ഡോക്ടർ ദേവൻ പോക്കഞ്ചേരിക്ക് ആദ്യ കാപ്പി നൽകി. മനോജ്, മാനേജർ AP സുരേഷ് കുമാർ, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, ഷൈൻ സുരേന്ദ്രനാഥ്, ഉപദേശക സമിതി സെക്രട്ടറി V ശശിധരൻ, തൃപ്രയാർ ആക്സ് കൺവീനർ പ്രേംലാൽ, പ്രവി മരോട്ടിക്കൽ, സുധീർ എരനെഴുത്ത്, വത്സൻ കല്ലിങ്ങൽ, ഗോപാൽ സോമൻ, ഉഷ സുധീർ, സന്തോഷ്, ബിജു പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 15 വർഷത്തോളമായി തൃപ്രയാർ സെന്റർ കമ്മിറ്റി നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് ബ്രൂ കോഫി വിതരണം നടത്തിവരികയാണ്. പുലർച്ചെ 3 മുതൽ 9 വരെയും ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ സമയവും കാപ്പി വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ സംസാരിക്കേണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട തൃപ്രയാർ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുള്ള പ്രദേശമാണ്. അതിൻ്റെ ഈ പ്രദേശമാകെ ഭക്തജനങ്ങളാൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാലമ്പല യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ജനശ്രദ്ധയും അതുപോലെ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മൊത്തത്തിൽ കേരള സംസ്ഥാനം ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തീർത്ഥയാത്രയാണ്. കേരള കർഷക സംഘം മണലൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ യോഗം കർഷക സംഘം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, പ്രസിഡന്റ് KP അലി, CPM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, PS പ്രസാദ്, രാജേഷ് കൊല്ലാടി, വിലാസിനി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. വിവിധ കാർഷിക മേഖലകളിൽ വിജയം കൈവരിച്ച കർഷകർക്ക് ആദരവും നൽകി. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ തണൽ അങ്കനവാടി പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ എടയാടി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, ജനപ്രതിനിധികളായ PS സുജിത്, VN മേനക, ഷഫീർ, അബ്ദുൽ ഖാദർ, ശരണ്യ രജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ്, AV ശ്രീവത്സൻ, മധു വാലപ്പറമ്പിൽ, TI ചാക്കോ, EG ഗോപാലകൃഷ്ണൻ, KP രാജീവ് എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കനവാടി കെട്ടിടം നിർമ്മിച്ചത്. പുതിയ അനുഭവങ്ങൾ ഞാൻ പറയുന്നില്ല. പഴയ കാലത്ത് ഒരു 10-15 വർഷം മുമ്പ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാനും ജയിച്ചു വരാനും കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ആ വാർഡിൽ മത്സരിക്കാനും വീണ്ടും ജയിച്ചു വരാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു അംഗനവാടി
അതിൻ്റെ പ്രയാസത്തെ സംബന്ധിച്ചും അത് പണിത് തീർക്കുന്നതിനെ സംബന്ധിച്ചും ഒരു സ്ഥലം കിട്ടിയാൽ അത് ഉപയോഗിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എന്തൊക്കെയാണെന്ന് പോലും വളരെ വ്യക്തമായി നല്ല ധാരണയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത കാറ്റിലും മഴയിലും മരം വീണ് മേഖലയിൽ കനത്ത നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന് തുടക്കമായി. അന്തിക്കാട് 12ാം വാർഡിലെ തണൽ അംഗനവാടി കെട്ടിടം സിസി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.